ഹായ് ഫ്രണ്ട്സ്, കോമേഴ്സ് ഗഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ മറ്റൊരു ആസ്പെക്റ്റായ സെലക്ഷന് എന്താണെന്ന് നോക്കാം. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കെയർഫുള്ളി സ്ക്രീനിങ് ദ കാൻഡിഡേറ്റ്സ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ആപ്ലിക്കേഷൻസൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം ജോലിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള യോഗ്യതയൊക്കെയുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ്, ആ പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ റിട്ടൺ ടെസ്റ്റ്, എഴുത്ത് പരീക്ഷകളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ അഭിമുഖീകരിച്ചതിന് ശേഷം അതിൽ സക്സസ് ആവുന്ന ആളുകളെ മാത്രമാണ് ജോലിക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് ആളുകൾ ഒഴിവാക്കപ്പെടും. അതുകൊണ്ട് ഇതിനൊരു നെഗറ്റീവ് പ്രോസസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ് അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന. ഇതിൽ പറയുന്നത് റിക്രൂട്ട്മെൻറ്റിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് യോഗ്യരല്ലാത്ത, ആ ജോലിക്ക് ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ ഒഴിവാക്കും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വരെ കാൻഡിഡേറ്റ്സ് യോഗ്യരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ ഒഴിവാക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രം സെലക്ട് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ടെസ്റ്റ്, തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ. പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഉദ്യോഗാർത്ഥികളെ അടുത്തതായി വിവിധ തരം പരീക്ഷകളിലേക്ക് വിളിക്കും. പ്രധാനമായിട്ടും ആപ്റ്റിറ്റ്യൂഡ്സ്, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ആ കാൻഡിഡേറ്റ്സിൻ്റെ മനോഭാവം, ബുദ്ധി, അഭിരുചി ഇവയൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് അല്ലെങ്കിൽ തൊഴിൽ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ IQ ടെസ്റ്റ്. ഇത് പ്രധാനമായിട്ടും ലെവൽ ഓഫ് ഇൻ്റലിജൻസ്, ആളുകളുടെ ബുദ്ധി വൈഭവം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അസീൻ ദ എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഒരു വ്യക്തിക്ക് എത്രത്തോളം പഠനശേഷിയും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി പരീക്ഷ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്രത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് അവരുടെ കപ്പാസിറ്റി ടു ഡെവലപ്പ്, അവർക്ക് എത്രത്തോളം വികസനശേഷി അല്ലെങ്കിൽ ഓരോ കാര്യം എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഭാവിയിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആവാമെന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, വ്യക്തിത്വ പരീക്ഷകൾ. ഈ ടെസ്റ്റിൽ പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, റിയാക്ഷൻസ്, അവരുടെ പ്രതികരണ രീതി, അതുപോലെ തന്നെ മെച്യൂരിറ്റി, പക്വത, പെരുമാറ്റം, മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് ട്രേഡ് ടെസ്റ്റ്, തൊഴിൽ പരീക്ഷകൾ. ഇതിൽ കാൻഡിഡേറ്റ്സിൻ്റെ, ഉദ്യോഗാർത്ഥികളുടെ നിലവിലുള്ള സ്കില്ല് എത്രത്തോളം ഉണ്ട്, നിലവിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റിലൂടെ ആ ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം അറിവും സാമർഥ്യവും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ചില ആളുകൾക്ക് ചില പ്രത്യേക ജോലികളോട് താല്പര്യമുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ ഓരോ വ്യക്തികളുടെയും ജോലിയിലുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നറിയാനാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി ഓരോ ജോലിയിലേക്കും അനുയോജ്യരായ ആളുകളെ കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, തൊഴിൽ കൂടിക്കാഴ്ച. ഇതൊരു ഔപചാരികമായിട്ടുള്ള മുഖാമുഖം നടത്തുന്ന ഒരു കോൺവെർസേഷനാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടുത്തെ ഉദ്യോഗാർത്ഥിയോട് ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി അവർ നൽകണം, ഉദ്യോഗാർത്ഥികൾ നൽകണം. ഇതിലൂടെ ആപ്ലിക്കൻസ് അവർ എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, പശ്ചാത്തലം പരിശോധിക്കൽ. ഇതിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നത്. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്ന ആളുകളുടെ പേരാവും നൽകുന്നത്. അവിടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇവയൊക്കെ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അവർ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അറിയപ്പെട്ട ആരെങ്കിലും ആവാം. അങ്ങനെ ആരെങ്കിലും റെഫറീസിനെ കൊടുക്കാം. നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർ എത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ജോലി നൽകുന്നത്. ജോബ് ഓഫർ, സെലക്ഷൻ പ്രോസസ്സിലെ എല്ലാ കടമ്പകളും
വിജയകരമായി പൂർത്തിയാക്കി അവസാനം മെഡിക്കലി ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവർക്ക് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് നിയമന ഉത്തരവ് നൽകും. അപ്പോൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റിന് തന്നെ അവർ ജോയിൻ ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ കരാറുകൾ. സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തൊഴിലുടമയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയും തമ്മിൽ ചില ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിൽ ഫസ്റ്റ് ഡോക്യുമെൻ്റാണ് അറ്റസ്റ്റേഷൻ ഫോം, സാക്ഷ്യപത്രം. ഇത് കാൻഡിഡേറ്റ്സ് എംപ്ലോയി ആവും ഉണ്ടാക്കേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ പ്രധാന വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫോമാണ് അറ്റസ്റ്റേഷൻ ഫോം അല്ലെങ്കിൽ സാക്ഷ്യപത്രം. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാനുള്ള ഒരു റെക്കോർഡായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മറ്റൊരു ഡോക്യുമെൻ്റാണ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇത് ആ എംപ്ലോയി സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ആ ജോലിയുടെ പേര്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ, അവരുടെ പേയ്മെൻറ്റ്, അലവൻസസ്, ജോലി സമയം, അവധികൾ, അച്ചടക്ക നടപടികൾ, ഇതൊക്കെയാവും കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തൊഴിൽ കരാറിൽ ഉണ്ടാവുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.